ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന അടിപൊളി ഒരു വ്യൂ പോയിന്റാണ് കണ്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു വ്യൂ പോയിന്റ്. അതെ, ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 9 ഒരു അടിപൊളി ഒരു റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് കാണാൻ വേണ്ടി എത്തിയതാണ്. ഏതാണെന്നല്ലേ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി ബാലുശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വയലട വ്യൂ പോയിന്റ്. ആഹാ കേട്ടോ, സെറ്റല്ലേ, അടിപൊളി. അത്യാവശ്യം കിട്ടില്ല സ്പോട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തിന് ജാനകിക്കാട് പോകണം, പിന്നെ ഇവിടെ പെരുവണ്ണാമൊഴി ഡാം പോകണം. അപ്പോൾ അവിടെയൊന്നും ഈ ഒരു സീനറി ഒന്നും കിട്ടത്തില്ല, അത് മറ്റൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 9 നമുക്കിന്ന് കാണാം വയലട വ്യൂ പോയിൻറ്റിൻ്റെയും ബാലുശ്ശേരിയുടെയും കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ യാത്ര രാവിലെ ഇതാ തുടങ്ങാൻ പോകാൻ കേട്ടോ. ഇവിടെ നിന്ന് 41 കിലോമീറ്ററാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോടിനോട് വിട പറയും. 3 ദിവസം കോഴിക്കോട് നിന്ന് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞാൻ ഈ നിന്ന് സ്റ്റേയുടെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്, ഈസി ബെഡ്സ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 250 രൂപ കണക്കിന് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വയലടയിലേക്കാണ്. വയലടയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ ചെരുപ്പ് ഓക്കെ ഇത് കിടക്കുന്നു. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 9 ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ വണ്ടിയിലിപ്പോൾ പെട്രോൾ കുറവാണ്, അത് മറ്റൊരു സത്യം. 2 കട്ട പെട്രോളേ ഉള്ളൂ. ലാസ്റ്റ് അടിച്ച പെട്രോളാണെങ്കിൽ ഇച്ചിരി ഒരു മോശമായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂർ 23 മിനിറ്റ് രാവിലെ പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. നന്നായിട്ട് കിടന്നുറങ്ങിപ്പോയി. യാത്രയുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോൾ ഇച്ചിരി കടുത്തുപോയി. അങ്ങനെ ഒരു സുഖ ഉറക്കം. അല്ല, വണ്ടി തിരിയൂലേ? തിരിയും. ഓക്കെ, അപ്പം നമ്മൾ കോഴിക്കോടിനോട് വിട പറയുകയാണ്. ഇവിടെ നേരെ സ്ട്രെയിറ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൂടെ പോയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്തൊരു ഇൻഡിക്കേറ്ററൊന്നും ഇല്ലടാ, അത് എവിടെ പോകണമെന്തോ. ഒരു 10 കിലോമീറ്ററിനകത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതേ ഉള്ളൂ. അയ്യോ, ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പ്രൈവറ്റുകാരന്മാരും നടന്നു പോകണവർ ആരും തിരികെ നോക്കേ പറക്കുകയൊന്നുമില്ല. പെട്ടെന്നൊരു കുത്തിപ്പിടിച്ചൊരു തിരികെയൊക്കെ വേണം. എന്തിന് ഏതിന് എന്നൊന്നും അറിയില്ല. നേരെ ഫ്രണ്ടിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നൊരു 200 മീറ്റർ മാറിയാണ് നമ്മൾ താമസിച്ചിരുന്ന ഈസി ബെഡ്സ് ഡോർമെറ്ററി വരുന്നത്. ഇനി നമ്മൾ ഇന്ന് മാഹിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വണ്ടിയിൽ 2 കട്ട പെട്രോൾ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടാനുണ്ട്. ഒരു 3 ലിറ്റർ പെട്രോൾ വരുമെന്നാണ് ഉദ്ദേശം. പെട്രോൾ കത്തിയാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്നെങ്കിലും ഒരു 100 രൂപയ്ക്കൂടെ പെട്രോൾ അടിക്കണം. ട്രാഫിക് ബ്ലോക്ക്, പോലീസ്. ഓക്കെ, അപ്പോൾ 100 രൂപയ്ക്ക് എവിടെ നിന്നെങ്കിലും പെട്രോൾ കൂടി ഉള്ള അതാണ്ടേ. അയ്യോ, അണ്ണൻ ഇൻഡിക്കേറ്ററൊന്നും ഇല്ല. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണാവോ നമ്മുടെ ലൊക്കേഷൻ? ഒരു പിടിയുമില്ല. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് ആ കുഴിയിൽ കൂടെ പോകണമല്ലേ. ഓക്കെ, പേരകൻ ഇന്നാൾ ഇവിടെ വന്നേണ്ടത് മെനിഞ്ഞാന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദിവസം ഓർമ്മയില്ല. ഇന്ന് വെള്ളി. അപ്പോൾ ബുധനാഴ്ച പേരകനിൽ വന്നൊരു ബിരിയാണിയും കഴിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് വീഡിയോ എടുക്കാൻ പോകേണ്ടി ഇറങ്ങിയത്. അപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇവിടുത്തെ ബിരിയാണി കൊള്ളാം കേട്ടോ. പിന്നെ 210 രൂപയായി. പിന്നെ ആ ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മട്ടാഞ്ചേരിയിൽ നിന്ന് ചട്ടിച്ചോറ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല, അത് ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അല്ലോ, അതുകൊണ്ടേ ഒന്നുകിൽ വലത് പോകണം, അല്ലെങ്കിൽ ഇടത് തിരിഞ്ഞ് പോകണം. അയ്യോ അവസ്ഥ. റോഡിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ നമുക്ക്? അയ്യോ, ഇതെവിടെ നിന്ന് വരണുണ്ടോ? ഇതൊക്കെയാണ് അവസ്ഥ. എവിടെ നിന്നൊക്കെ കയറി ഒന്നും നോക്കാതെ അങ്ങ് പോവുക. നമ്മുടെ സൈഡിൽ കൂടെ പോലും നമുക്ക് നേരെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം നമ്മൾ NH എത്തിയിട്ടുണ്ട്. പക്ഷേ NH കൂടെ ഒരു യാത്ര ഇന്ന് പറ്റൂല. NH കൂടെ പറന്നു പോയിരുന്നെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എത്താമായിരുന്നു. എന്തായാലും അത് നടക്കത്തില്ല. ഇപ്പോൾ ഇനി ബാലുശ്ശേരി റോഡ് തിരിയുന്നുണ്ട്. നമ്മൾ നരിക്കുനി, കോഴിക്കോട്, കക്കോടി, പലത്തി, എരുവന്നൂർ. നമ്മുടെ ടൂറ് ഈ KSRTC ബസ്സുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. KSRTC പ്രൈവറ്റ് ബസ്സുകൾ ഉമ്മാരൊന്നും ഓവർടേക്ക് ചെയ്യാനും പറ്റൂല, ഉമ്മാർ സൈഡും തരില്ല. എൻ്റെ പൊന്നെ, ഇതിനെയൊക്കെ പേടിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ.
സത്യം ഇങ്ങോട്ടൊക്കെയുള്ള യാത്ര ഇച്ചിരി ഒരു ദുഷ്കരമാണ് ബൈക്കിൽ. ബസ്സിലാകുമ്പോൾ ഇടിച്ചാൽ അവരല്ലേ നോക്കണത്. മറ്റേ ബൈക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും നമ്മുടെ ജീവനെയും നമ്മുടെ യാത്രയെല്ലാം അത് നല്ല രീതിക്ക് ബാധിക്കും. റൂട്ട് സെറ്റാണ് കേട്ടോ, നമ്മുടെ ബാലുശ്ശേരി റൂട്ട്. ഇടത് സൈഡിൽ റോഡിലേക്ക് തിങ്ങി നിൽക്കുന്ന മരങ്ങൾ കാണാം. ആ ഒരു കാഴ്ച, പിന്നെ ഈ ഒരു മരത്തിൻ്റെ തണലിൽ കൂടെ ഇങ്ങനെ ഒരു വാഹനയാത്ര, ആഹാ എനിക്ക് 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും കുഞ്ഞ് ചായക്കട വല്ലതും ഉണ്ടോ നോക്കട്ടെ, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാം. 2 ദോശയും കഴിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇവിടെ ഒരു കുഞ്ഞ് കടയുണ്ട്. ഓഹോ, ഹെൽമെറ്റ് വീണ്ടും ഇളകി, പണിപാളി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഹോട്ടലിൽ നിന്ന് അടിപൊളി ഒരു ഫുഡ് കഴിച്ചു കേട്ടോ. അതും ലോ ബഡ്ജറ്റാണ്, വെറും 30 രൂപയെ നമുക്കായിട്ടുള്ളൂ. 2 വലിയ ദോശയും ഒരു ചായയും, അങ്ങനെ ഏകദേശം 30 രൂപ. അപ്പോൾ 10 രൂപ ദോശയ്ക്കായി. ഇവിടുത്തെ ദോശ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് കഴിച്ച ഒരു ദോശ 3 ദോശ കഴിക്കുമ്പോൾ ഒന്നും ആവത്തില്ല. ഇത് ഒരു ദോശ കഴിച്ചിട്ട് എനിക്ക് രണ്ടാമത്തെ ദോശ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഉച്ചയ്ക്കുള്ള ചോറ് കഴിപ്പ് ക്യാൻസൽ ചെയ്തു. ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല, കാരണം വയറൊക്കെ നല്ല രീതിക്ക് സെറ്റായി. പിന്നെ 2 ഗ്ലാസ് വെള്ളവും കൂടി കുടിച്ചപ്പം സ്വർഗം മാമ സ്വർഗം. ഇതുപോലെ കടയിൽ കയറി 2 ഗ്ലാസ് ചൂടുവെള്ളവും കുടിക്കും രാവിലെ. അടുത്ത് ഒരു ഫുഡ് 1-2 ദോശ കഴിക്കും. അടുത്ത് യാത്ര തുടങ്ങും. ഇന്നലെയൊന്നും ഇങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ, ഇന്നലെ കഴിപ്പൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് കഴിപ്പില്ല, നൈറ്റ് എന്തെങ്കിലും ഗ്രാൻഡായിട്ട് കഴിക്കണം. അത് ഇടത് സൈഡിൽ കാണുന്നത് നെൽപ്പാടമാണ്, അടിപൊളി. മങ്കോട്ടെ ശ്രീ കരിയാത്തൻ ഭഗവതി. ഈ ഒരു കാണിക്ക വഞ്ചി കാണാൻ നല്ല രസമുണ്ട്. ഏകദേശം ചുരം കയറി യാത്ര ചെയ്യും പോലെയാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ ഒരു ഫീലാണ്. ഇടത് സൈഡിൽ കനാൽ കാണാൻ പറ്റും. ഈ മഴയത്ത് വെള്ളം വരുന്ന കനാലാണ്. മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് വരാൻ ഒരു പ്രത്യേക ഫീലായിരിക്കും. ഈ കാടെല്ലാം പച്ചപ്പ് പിടിച്ച് ഈ പാറയിൽ കൂടെയൊക്കെ വെള്ളം വരുന്ന കാഴ്ചയെന്ന് പറയുന്നത് എൻ്റെ മോനെ പറ്റിപ്പോയി. ഒരു സമയത്തൊക്കെ നമുക്ക് വരാം വയനാടിന്. എന്നെങ്കിലുമൊക്കെ കോഴിക്കോട് വയനാട് ബോർഡറൊക്കെയാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. അയ്യോ എന്തൊരു ബസ് വളവാ, ഒമ്പോ ലോറിക്കാരൻ തേച്ച്. മുകളിലോട്ട് വരെ നല്ല തണുപ്പാണ് കേട്ടോ. വെയിലടിക്കുന്നുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും. റൈറ്റ് സൈഡിൽ കൊക്കോ മരവും ലെഫ്റ്റ് സൈഡിൽ തെങ്ങും തോപ്പുകളും കാണാൻ പറ്റും. പിന്നെ റോഡെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇവിടുത്തെ റോഡ്. മഴ സമയത്താണെങ്കിൽ എൻ്റെ പൊന്നെ ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട എന്നതാണ് ഏറ്റവും മികച്ചൊരു കാര്യം. ഒരു ടൂറിസ്റ്റ് ചെറിയ ഒരു ട്രാവലർ പോകുന്നതാണ്. നമുക്കങ്ങ് താഴെ നോക്കിക്കഴിഞ്ഞാൽ താമരശ്ശേരി ചുരമൊക്കെ കാണാൻ പറ്റും. ആഹാ അടിപൊളി. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും. എൻ്റെ പൊന്നെ മുകളിലോട്ടൊരു കുത്ത് കയറ്റുക. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടന്നിരുന്നത് എങ്കിൽ ഇങ്ങോട്ടൊന്നും ദർശിക്കാൻ പോലും പറ്റില്ല. നടക്കാനാണെങ്കിൽ കുറേ ദൂരം നടക്കാനുമുണ്ട്. അടിപൊളി. നമ്മൾ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഓഫ് റോഡ് തുടങ്ങുന്നുണ്ട്. പതുക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങ് ഏകദേശം പോകാമെന്നാണ് തോന്നുന്നത്. ഫൈനലി നമ്മൾ വയലട വ്യൂ പോയിൻ്റ് കണ്ടുപിടിച്ച് മുകളിലോട്ടുമ്പോൾ ഈ വലത് സൈഡിൽ ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. ആ കടയുടെ തൊട്ടടുത്തു നിന്നാണ് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് പോകേണ്ടത്. പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് വയലട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കൂടുതലും കൃഷികളാണ്. ജാതി മരവും കാപ്പിയും കൊക്കോയും അങ്ങനെ ഒരുപാട് കൃഷികൾ ഈ കാട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പോയിടത്താണെങ്കിൽ കശുവണ്ടി, ചക്ക, പ്ലാവ് അങ്ങനെ എല്ലാം ഉണ്ട്. DTPC കോഴിക്കോട് ഗഫ്റ്റീരിയ പാട്ടൊക്കെ ഇട്ട് അടിച്ചു മുഴകിയിട്ടിരിക്കുക. വയലട ഹിൽസ് ടൂറിസം ഇവിടെ നിന്നൊരു 500 മീറ്റർ മാറിയാണ്. ഈ നോ പാർക്കിംഗ് ബോർഡിൻ്റെ അവിടെ നിന്ന് വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഐലൻഡ് വ്യൂ മുള്ളൻപാറ, മൗണ്ട് വയലട വ്യൂ പോയിൻ്റ് രണ്ടും അടുത്തടുത്താണ്. മുളങ്കാട്ടിൻ്റെ അടുത്തുകൂടെയാണ് നമ്മുടെ യാത്ര. പക്ഷേ ഇവിടെ ഇത്രയും വെയിലടിക്കുന്നുണ്ടെങ്കിലും നല്ല തണലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെ കിളികളൊക്കെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് വലത്തേക്കും ഇത് മുളങ്കാട്ടിനകത്തോട്ട് പോകുന്ന വഴിയാണ്. ആരും ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഓഹോ, ഇനി സ്റ്റെപ്പ് കയറണോ?
കടവുളേ കാപ്പാത്തുങ്കടാ ഡേ. അയ്യോ എന്തോ ഇത് 18-ാം പടിയാ. കഴിച്ച ദോശയൊക്കെ ഇപ്പോൾ ദഹിക്കുമല്ലോ. നമ്മൾ അങ്ങനെ ഒരു അടിപൊളി ഒരു ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ആരോ കൊണ്ടുപോയ വെള്ളം വീണെന്നാണ് തോന്നുന്നത്. ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കും, ആവശ്യമുള്ളവർ വന്നെടുക്കട്ടെ. ഇത് കുറച്ച് നടക്കാനുണ്ട്. 500 മീറ്റർ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ഇത്രയും കയറി തരുമ്പോൾ തന്നെ 500 മീറ്ററിൻ്റെ നമ്മൾ അങ്ങേയറ്റം ജഡം ആവും ഗൈസ്, ജഡം ആവും. വെയിലടിച്ചു തുടങ്ങി, തണുത്ത കാറ്റുകൊണ്ട്. പിന്നെ ഈ ഒരു ഇലയിലൊന്നും അധികം ആരുടെയും കൈയൊന്നും പറ്റരുത് കേട്ടോ. കൈയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ്. നമ്മളവിടുത്തെ കളപ്പയർ വള്ളി എന്ന് പറയും. റബ്ബർ തോട്ടത്തിനകത്ത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കും. ഇവിടെയൊക്കെ എന്താണ് പറയുന്നതെന്നൊന്നും അറിയില്ല. ഇത്രയും സ്റ്റെപ്പാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പരിപാടി. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ വയ്യ. ഒന്നാമത്തെ കാര്യം വെയിലും ഈ സമയത്തിന് ഫുഡൊന്നും കഴിക്കാത്തതിൽ സ്റ്റാമിനയൊക്കെ പോയി ഗൈസ്. അവിടെ നമ്മൾ വലത്തേക്ക് തിരിയുമ്പോൾ ഉണ്ടോ ഇടത് സൈഡിൽ മൊത്തം മുള. ഈ മുളയുടെ തണലിൽ കൂടെ ഒരു യാത്ര. ആഹാ അന്തസ്. പക്ഷെ വയ്യ. ഇനി ആണെങ്കിൽ ഇന്ന് പോകാനുള്ള എല്ലാം അമ്മോ ഓന്ത് അയ്യോ ഉള്ള ഉയരല്ലേ പോയി. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നണേ. അപ്പോൾ ഇനി പോവേണ്ട സ്ഥലങ്ങൾ ഇതുപോലെ തന്നെയാണ്. ജാനകിക്കാട്, പെരുവണ്ണാമുഴി ഡാം എല്ലാം നടക്കാൻ ഒരുപാടുണ്ട്. നോക്കട്ടെ. അടിപൊളി. ഈ കാട്ടിനകത്തോടുള്ളൊരു യാത്ര സെറ്റാണ്. മഴയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആയിരിക്കും ഇവിടെ സഞ്ചാരികളൊക്കെ കൂടുതൽ വരുന്നത് കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം ഏകദേശം നല്ല സമയമായിക്കാണ്. ഞാൻ അറിയാത്തതാണ് ദിവസം. എൻ്റെ മുന്നേ 11:30. ഇന്നിനി ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഞാനിനി എപ്പോൾ വീട്ടിൽ എത്തും? ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പോകണം. ഇതിനകത്ത് ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഗേറ്റ് തുറന്നിരിക്കുവാണ്. അകത്ത് ജോലിക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ അടിപൊളിയായിട്ട് അലതല്ലി കേൾക്കാൻ പറ്റും. ഈ ഒരു വഴി കൊള്ളാമല്ലേ? മുളയ്ക്കകത്തൂടെ ഇത് കമ്പി വെച്ചാണ് കേട്ടോ വളച്ച് വിട്ടേക്കുന്നത്. ഇതിനകത്തൂടെ ഇങ്ങനെ ഒരു കുനിഞ്ഞൊരു പോക്ക്. അപ്പോൾ ഈ സൈഡിലൊക്കെ കാപ്പിത്തോട്ടം, കാപ്പി കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണിലടിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നില്ല. ഇപ്പോൾ കണ്ടോ എന്ത് തണലെന്നറിയാവോ? ഒരു പ്രത്യേക വൈബ്, അടിപൊളി. ഇതെന്തിൻ്റെങ്കിലും സ്മാരകമോ വല്ലതാവോ? ഒരിക്കലുമല്ല. ഇവിടെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ളൊരു ചാക്കൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ റിസോർട്ട്. അവിടെ നിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിരിക്കുന്നത് ഈ റിസോർട്ടിലാണ് കേട്ടോ വന്ന് കയറുന്നത്. നമ്മൾ വഴിതെറ്റി അങ്ങ് പോയി, അങ്ങ് മലയിലെവിടെയൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്നത്. അടിപൊളി. എൻ്റെ നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. കേരള വനം വന്യജീവി വകുപ്പ്. കാട്ടിനകത്ത് കയറുന്ന ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ പോകുന്നത് വ്യൂ പോയിൻ്റ് എന്താണ് ഒരു പിടിയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെ വ്യൂ പോയിൻ്റ് അടുത്തെത്തി എന്നതാണ് ഒരു നിഗമനം. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ വള്ളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ വള്ളികളൊക്കെ നല്ല വലുതാവുന്ന വള്ളികൾ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാട് വെട്ടുമ്പോൾ ഇതിനെല്ലാം വെട്ടിപ്പറിക്കാൻ കളയും. അടിപൊളി. ഈ പാറയിടുക്കുകളിലൂടെ നമ്മൾ ഏകദേശം വയലയുടെ വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലത്തേക്കും ഒരു റോഡ് തിരിയുന്നുണ്ട്. ചെറിയൊരു തടമാണ്, പക്ഷേ അതിനകത്ത് അതിക്രമിച്ച് കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സഞ്ചാരികൾ തീരെ കുറവാണെന്നാണ് തോന്നുന്നത്. കരിയിലേക്ക് വീണ് കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം വയലയുടെ വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കുറച്ച് ദൂരം നല്ല തണലായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, ആഹാ, സൂര്യൻ്റെ നിയന്ത്രിക്കാൻ പറ്റാത്ത വെട്ടമടിക്കുന്നു. അടിപൊളി. അങ്ങനെ ഫൈനലി നമ്മൾ വയലയുടെ വ്യൂ പോയിൻറ്റിൻ്റെ അമ്മോ എന്തോന്നടേ ഇത്, അടിപൊളി അടിപൊളി. നമ്മൾ വയലയുടെ വ്യൂ പോയിൻ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പാറപ്പുറത്താണ്, നല്ല ചൂട്, പക്ഷേ അതിനൊക്കെ തണുത്ത കാറ്റ് കണ്ടോ, മുടിയെ കിടന്ന് പറക്കുന്നുണ്ടോ, അത്രയും നല്ല കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. അതെന്തോ കാട് വെട്ടുന്ന വയലട വ്യൂ പോയിൻ്റ്, അടിപൊളി.
ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ കാടെല്ലാം കത്തിച്ച് കളഞ്ഞത് വേസ്റ്റ് ബോക്സിനകത്ത് കുപ്പികളൊക്കെ വാരി പറക്കിയിട്ടേക്കുന്നത്. ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണം തന്നെയാണ്. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നിട്ട് വരാം. ആ എൻഡിലാണ് ഇവിടുത്തെ പക്ക വ്യൂ പോയിൻറ്റും. ഇനി അടുത്തൊരു പാറയും കൂടിയുണ്ട് എവിടെയോ. ആ പാറയിലും കൂടെ ഒന്ന് പോകണം. കയറിയിട്ട് ഫോട്ടോ എടുത്ത് തരാനൊന്നും ആരുമില്ല, അതുകൊണ്ട് കയറിയുള്ള ഫോട്ടോയൊന്നും കിട്ടത്തില്ല. അതൊരു വിഷമം പിടിച്ചൊരു ഫാക്റ്റാണ്. ഇവിടെ പുതിയ വ്യൂ പോയിന്റിനുള്ള പണിയൊക്കെ നടക്കുകയാണ്. കമ്പിയെ കൊണ്ടിട്ടിരിക്കുന്നത്, കമ്പി വെൽഡ് ചെയ്തിട്ട് പുതിയ വ്യൂ പോയിൻറ്റിൻ്റെ എൻഡിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വയ്ക്കുന്നതാണ്. വയലയുടെ വ്യൂ പോയിൻറ്റിൻ്റെ ദൂരെയുള്ള കാഴ്ച നമ്മുടെ കൊല്ലം ജില്ലയിലെ റോസ് മലയെ അനുസ്മരിപ്പിക്കുന്ന വിധം കണ്ടൽക്കാടും നടുവിലൂടെ വെള്ളം പോകുന്നൊരു കാഴ്ച. ആമസോൺ നദികളിലൂടെയൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ വയലയുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് സഞ്ചാരികൾ താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള വേലി കിട്ടുന്ന പണിയിലാണ് കേട്ടോ ആ നിൽക്കുന്ന ചേട്ടന്മാർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നമുക്കെന്തായാലും താഴോട്ടൊന്ന് ഇറങ്ങാം. അടിപൊളി. ഇന്ന് വന്ന് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഇന്ന് താഴെ ഇതൊക്കെ ഇപ്പോൾ ഒരു പണി ചെയ്തിരിക്കുന്നതാണ്. ഞാൻ വെറുതെ കൈ വെച്ചേ ഉള്ളൂ. ഇപ്പോൾ കൈ കീറിയേ, ഒന്നും പറ്റിയില്ല. ഞാൻ നേരത്തെ പോയ റൂട്ട് ആ ഭാഗത്താണ്. ഞാൻ അതുവരെ പോയി. ഇവിടെ മഴ സമയം അധികം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒതുങ്ങാൻ ഇവിടെ ഒരു സ്ഥലമില്ല. അടുത്തൊരു കാര്യം വരുവാണെങ്കിൽ ഈ പാറകളൊക്കെ വഴുവഴുക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കാല് തന്നെയൊക്കെ നമ്മൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ വേലിയൊക്കെ കെട്ടുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല. എന്നാലും ചെറിയൊരു പ്രശ്നമൊക്കെ വരും. ഇവിടെയൊക്കെ പാറ ഇരിക്കുന്നുണ്ടോ, ഒരുമാതിരി മുള്ള് നിൽക്കും പോലെ. അടിപൊളി. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല ഒരു രക്ഷയില്ലാത്ത കാറ്റ്, പറയാൻ വാക്കുകളില്ലാത്ത കാറ്റ്. ഈ ഒരു വ്യൂ പോയിൻ്റ് എല്ലാവർക്കും ഒരുപാട് പരിചയമായിരിക്കും. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് അത്യാവശ്യം എല്ലാവരും നല്ല ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ടും ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ആ റീൽസ് എല്ലാം മിസ്സായിരിക്കുകയാണ് ഗൈസ്. നമുക്കിവിടെ നിന്ന് ഈ പാറകളിലൂടെ ഇറങ്ങി നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ എൻഡിൽ പോകാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ കാല് ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഞാൻ കയറിയതേ ഉള്ളൂ. ഈ യാത്രയിലും എനിക്ക് കാല് നല്ല വേദനയുണ്ട്. അപ്പോൾ കടിച്ചു പിടിച്ച് ഞാൻ യാത്ര ചെയ്യുവാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഈ യാത്ര വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ പാറയുടെ മുകളിലൊന്നും ഞാൻ കയറുന്നില്ല. തിരിച്ച് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വയലയുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി എനിക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ആ യാത്ര അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 9 മനോഹരമായൊരു വ്യൂ പോയിൻറ്റ്. ഇനി അടുത്ത് ജാനകിക്കാട് അല്ലെങ്കിൽ പെരുവണ്ണാമല ഡാം പ്ലാൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ അടുത്ത് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.